കൊല്ലംകോടാണ് കേട്ടോ. കൊല്ലംകോട് നിന്നും മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ പോവാണ്. മുതലമട റെയിൽവേ സ്റ്റേഷൻ പ്രകൃതി ഭംഗിയാൽ ഒരു അടിപൊളി പ്ലേസ് ആണെന്ന് കേട്ടിട്ട് ഞാൻ അങ്ങനെ പോവാണ്. നോക്കാം. അങ്ങനെ കൊല്ലംകോട് നിന്ന് ഒരു 10-12 കിലോമീറ്റർ ഉണ്ട് കേട്ടോ മുതലമട വരാന്. ഞാനിപ്പോ ജസ്റ്റ് ഒരു കിലോമീറ്റർ അടുത്തെത്തിയപ്പോഴാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എങ്ങനെയുണ്ട് സ്ഥലമൊക്കെ നോക്കാം എങ്ങനെയുണ്ട്. അങ്ങനെ മുതലമട റെയിൽവേ സ്റ്റേഷനിൽ എത്തി. 1 കിലോമീറ്റർ ഇല്ല അവിടെ നിന്ന്. ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്. അങ്ങനെ പാർക്കിങ്ങിൽ നിർത്തി ഞാൻ വണ്ടി. ഓൾ ഇന്ത്യ യാത്ര ഈ ബൈക്കിലാണ് കേട്ടോ പോകുന്നത്. ഇപ്പം തമിഴ്നാടിന്റെ ഏകദേശം 30 ജില്ലകൾ കഴിഞ്ഞു. ഇപ്പൊ കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണ്. ഇതാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ മുതലമട റെയിൽവേ സ്റ്റേഷന്റെ പഴയകാല ഒരു ഭാഗമായിരുന്നത്. ഇതിപ്പം നിലവിൽ പ്രവർത്തിക്കുന്നില്ല. ഇത് ക്ലോസിംഗ് ആണ്. ഇത് എഞ്ചിനീയറിംഗ് ഓഫീസ് ആക്കിയിട്ടുണ്ട്. ഇത് ഏകദേശം 125 വർഷത്തെ പഴക്കമുണ്ട് ഈ റെയിൽവേ സ്റ്റേഷന്. ഇന്ത്യൻ റെയിൽവേ ഞാൻ പറഞ്ഞല്ലോ 153 വർഷത്തെ പഴക്കം. അപ്പം ഇന്ത്യൻ റെയിൽവേ വന്നതിന് ശേഷം ഒരു 30 വർഷത്തിന് ശേഷമാണ് കേരളത്തിൽ ഈ ഇങ്ങനത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ വന്നത്. വെട്ടം സിനിമയിൽ ഈ ഒരു സ്റ്റേഷന് ATR ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇതിന്റെ ഈ റെയിൽവേ സ്റ്റേഷന്റെ മെയിൻ ഒരു പ്രോഫിറ്റ് എന്താന്ന് പറഞ്ഞാൽ ഈ യാത്രക്കാർ വളരെ കുറവാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ. പക്ഷെ ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ റെയിൽവേ പ്ലാറ്റ്ഫോം വിറ്റിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. ഒരു ശനി ഞായറൊക്കെ വർക്കിംഗ് ഡേയിൽ അല്ലാത്ത സമയത്തൊക്കെ 6000-7000 റുപ്യക്ക് ഡെയിലി കളക്ഷൻ. ടിക്കറ്റ് 10 രൂപേൻ്റെ ടിക്കറ്റ് കൊടുത്തിട്ട് വരുമാനം ഉണ്ടാക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ മുതലമട റെയിൽവേ സ്റ്റേഷൻ. അടിപൊളി അല്ലേ, നല്ല വ്യൂ അല്ലേ, ആംബിയൻസ്. ഈ ബിൽഡിങ്ങിന് ആദ്യം ബ്ലൂ കളറായിരുന്നു ഈ മുതലമട റെയിൽവേ സ്റ്റേഷനിലെ. ഇപ്പോൾ കളറ് മാറ്റിയതാണ്. എങ്ങനെയുണ്ട് നോക്കാം റെയിൽവേ സ്റ്റേഷന്റെ ഭംഗി. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ കയറുമ്പോൾ എന്തായാലും ടിക്കറ്റ് എടുക്കുക. 10 രൂപ ഉള്ളൂ. അതെടുത്തില്ലെങ്കിൽ നല്ല ഫൈൻ കിട്ടും. അങ്ങനെ ഇതാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യയിലെ ഗാർഡൻ റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറയാം ഇതിനെ. കാരണം എല്ലാ ഭാഗത്തും ഫ്ലവറും കാര്യങ്ങളൊക്കെയാണ്. ഇന്ത്യയിലെ 125 വർഷത്തോളം പഴക്കമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ ബാക്കിൽ കാണുന്ന മുതലമട റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യയിൽ റെയിൽവേ ഇത് വന്നത് ഏകദേശം 1853 വർഷം മുമ്പാണ്. ഏകദേശം 152 വർഷമായി ഇന്ത്യയിൽ റെയിൽവേ വന്നത്. അതിൻ്റെ 30 വർഷത്തിൻ്റെ പിന്നാലാണ് കേരളത്തിലെ ഈ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വന്നത്. ഇതാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ. ഈ മുതലമട റെയിൽവേ സ്റ്റേഷന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് ഒരു ഗാർഡൻ സിറ്റി ആയിട്ടാണ് തോന്നുന്നത്. കാണുമ്പോൾ ബാക്കിലൊക്കെ ഫുള്ള് ഗാർഡൻ ഫ്ലവർ കൊണ്ട് ഒരു കളിയാ, ഗ്രാമഭംഗി. ഇപ്പം കൊല്ലംകോട് എന്നൊരു പാലക്കാട് ജില്ലയിലെ കൊല്ലംകോടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഈ മുതലമട എന്ന റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്ന് മെയിനായിട്ട് പ്രത്യേകത എന്ന് പറയുന്നത് ഭംഗി തന്നെയാണ് കേട്ടോ. ഈ റെയിൽവേ സ്റ്റേഷന്റെ ഭംഗിയാണ്. പിന്നെ റെയിൽവേ ട്രെയിൻ എന്ന് പറഞ്ഞാൽ പൊള്ളാച്ചി റൂട്ടാണിത്. ഇതിലെ ഈ റൂട്ട് പോകുന്ന പാലക്കാടും ഈ റൂട്ട് പോകുന്നത് പൊള്ളാച്ചിയാണ്. പൊള്ളാച്ചിയിലേക്കുള്ള ട്രെയിനാണ് ഇതിലെ പോകുന്നത്. ആകെ ഡെയിലി 2 ട്രെയിനുള്ളൂ എന്നാണ് ഞാൻ കേട്ടത്. ഒന്ന് വൈകുന്നേരം 4:30 മണിക്കും, ഒന്ന് രാവിലെ. അങ്ങനെ ഏതോ സമയത്താണ് ഞാൻ. അപ്പോൾ ഇതിന്റെ ചരിത്രം എന്ന് പറയുന്നത് ചെറിയ ചരിത്രമുണ്ട്. 1853 അങ്ങനെ ആണ് ഇതിന്റെ പണിതത്. ബ്രിട്ടീഷുകാരാണ് ഇത് നിർമ്മിച്ചത്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഏതൊരു നിർമ്മിതിയും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. കണ്ടില്ലേ, ഇതൊക്കെ ഗാർഡൻ സിറ്റി എന്നല്ലാതെ എന്താ ഇപ്പൊ പറയാ. ഈ ഫ്ലവറൊക്കെ ഉണ്ടല്ലേ, അടിപൊളിയല്ലേ. വെട്ടം സിനിമയിലെ റെയിൽവേ സ്റ്റേഷനായിട്ട് കാണിക്കുന്നത് മുതലമട റെയിൽവേ സ്റ്റേഷൻ ഈ കാണുന്ന കെട്ടിടമാണ് കേട്ടോ. ദിലീപിന്റെ വെട്ടം സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ഭാഗം തന്നെ. പിന്നെ ഞാൻ ഇത് കൂടുതൽ അന്വേഷിച്ചപ്പം എന്താ എന്ന് പറഞ്ഞാല് ഇവിടെ 6 ട്രെയിൻ ഇതിലെ പോകുന്നുണ്ട്. അതിൽ 2 ട്രെയിൻ അവിടെ സ്റ്റോപ്പുള്ളൂ. അതാണ് പൊള്ളാച്ചി പാലക്കാട് 2 ട്രെയിൻ. അത് രാവിലെ 6 മണിക്കും രാത്രി 8:15 അങ്ങനെയാണ് പറഞ്ഞത്. ഈ ബിൽഡിംഗ് ഒക്കെ പുതിയ ബിൽഡിങ്ങാണ്. ഇതൊക്കെ 2015 നിർമ്മിച്ച ബിൽഡിംഗ് ആണെന്നാണ് കേട്ടത്.
അപ്പം വെട്ടം സിനിമയിലെ റെയിൽവേ സ്റ്റേഷൻ കാണിക്കുന്നത് ഈ ഒരു ഭാഗമാണ്. ഫസ്റ്റ് വന്ന റെയിൽവേ സ്റ്റേഷൻ ഈ ഒരു ഭാഗമാണ്. ഈ വളരെ ചെറുതായിരുന്നു. 1850 വന്ന റെയിൽവേ സ്റ്റേഷൻ. കൊല്ലംകോടിലെ ചരിത്ര വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും കാണാൻ നോക്കുക. അടിപൊളി വീഡിയോ ആണ്. കൊല്ലംകോട് ഗ്രാമഭംഗിന്റെ പുറമെ അതിന്റെ ചരിത്രം കൂടി നിങ്ങളെ പഠിക്കാനുള്ള ഒരു അവസരമാണ്. നിർബന്ധമായിട്ട് ആ വീഡിയോ കാണാം. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെക്കും ബൈ ബൈ.